മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ദമ്പതികളടക്കമുള്ള 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുത്തു നൽകാമെന്ന് പറഞ്ഞ് സുഹൃത്തും സുഹൃത്തിന്റെ ഭാര്യയും യുവതിയെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ 6 പേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. മണ്ണാർക്കാട് സ്വദേശി രാമചന്ദ്രൻ, തിരൂർ സ്വദേശി റൈഹാൻ, പട്ടാമ്പി കൊപ്പം സ്വദേശി സുലൈമാൻ, ഏലംകുളം സ്വദേശി സൈനുൽ ആബിദ്, പയ്യനാട് സ്വദേശി ജസീല, ഭർത്താവ് സനൂപ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുത്തു നൽകാമെന്ന് പറഞ്ഞ് സനൂപും ഭാര്യ ജസീലയും യുവതിയെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിലെത്തിച്ചുവെന്നും തുടർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നുമാണ് പരാതി. എന്നെ ജാമ്യത്തിലിറക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജാമ്യക്കാരുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ജസീലയും സനൂപ്പും ഈ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് ബലമായി അവളെ ഭീഷണിപ്പെടുത്തിയും വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടും അവളെ കൊണ്ട് ചെയ്യിച്ചതാണ് അത് സമ്മതത്തോടല്ല. പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുക്കാൻ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞാണ് യുവതിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ കൂടെ വന്ന യുവതി പരാതിക്കാരിയെ മർദ്ദിച്ചെന്നും തുടർന്ന് ലോഡ്ജിലെ മാനേജർ അടക്കമുള്ള ആളുകൾ പീഡിപ്പിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, മലപ്പുറം.